ഭാവിയിൽ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറാൻ പോകുന്ന സ്ഥലമാണത്. അപ്പൊ അതിന്റെ പേരും കാര്യങ്ങളൊന്നും ഞങ്ങൾ പറയുന്നില്ല, ആ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വൈൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുത്തങ്ങ ഇതിലൂടെയും പോകുന്നതിനെക്കാട്ടി ഒരു ഡേഞ്ചർ. അതാണ് പ്രത്യേകം. ഒരു 30-35 കിലോമീറ്റർ നമ്മൾ മാത്രമല്ല, എപ്പോഴെങ്കിലും ഒരു വണ്ടിയോ ബസ്സോ എപ്പോഴെങ്കിലും വന്നാലായി, അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു മൈൻഡ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. പക്ഷേ അതിലൂടെ ഫോറസ്റ്റിന്റെ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ പേടിക്കൊന്നും വേണ്ട. കഴിയുന്നതും 5 മണിന്റെ മുന്നേ ആയിട്ട് ആ റൂട്ടിലൂടെ പോയിട്ട് നമ്മൾ ആ സ്ഥലത്ത് റീച്ച് ചെയ്യണം. ഓക്കെ. അപ്പം ഇങ്ങനെ എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായിട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ യാത്ര ഇന്ന് പോകുന്നത് കിന്നക്കോറയിലേക്കാണ്. ഞങ്ങളുടെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ കൂടെ ഉണ്ടല്ലോ, അടിപൊളി കാഴ്ചകൾ കാണാൻ ഞങ്ങളെ കൂടെ തന്നെ നിങ്ങൾ വന്നോളൂ കേട്ടോ. അയ്യപ്പനും കോശനും സിനിമയിൽ പറഞ്ഞ പോലെ അട്ടപ്പാടി മുള്ളി വഴിയാണ് ഞങ്ങൾ ഊട്ടിയിലോട്ട് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോഴാണ് ആ ചെക്ക് പോസ്റ്റ് അടച്ചതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, നമുക്ക് 8-ന്റെ പണി കിട്ടിയത്. പിന്നെ തിരിച്ച് നമ്മൾ ആനക്കട്ടി വഴി തിരിച്ചിട്ട് കോയമ്പത്തൂർ റൂട്ടിന് കയറിയിട്ടാണ് ഞങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതുവരെ ഈ റൂട്ടിന് അങ്ങനെ തീരെ പോയിട്ടില്ല എന്ന് തന്നെ പറയാം. അടിപൊളി റൂട്ടാണ്, അടിപൊളി കാഴ്ചകളാണ്. മഴ ഉണ്ടായിരുന്നു, കോട ഉണ്ടായിരുന്നു, അടിപൊളി പ്രകൃതിയിലായിട്ട് നമ്മളിങ്ങനെ അലിഞ്ഞു ചേരുന്ന രീതിയിലുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. എവിടെ നോക്കിയാലും വ്യൂ, മൊത്തം സീനറീസ്, എങ്ങനെ നോക്കിയാലും. ഞങ്ങൾ എന്താ പറയുക, ഇറങ്ങിയ ടൈം എല്ലാം കൂടി ഒരു ഒത്തിണങ്ങിയ ഒരു ടൈമിലാണ് നമ്മളെത്തി. മഴ, കോട, കിന്നക്കോറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്നാണല്ലോ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെട്ട് തണുപ്പ് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാം ഒരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. എവിടെ നോക്കിയാലും മഴ പെയ്തതിനെ കൊണ്ടും തണുപ്പും കോട എല്ലാം കൂടി അടിപൊളിയായിട്ട് ഒന്നും പറയാനില്ല. ഒരിക്കലും മറക്കാത്തൊരു യാത്ര കേട്ടത്. അങ്ങനെ യാത്രയുടെ ക്ഷീണം മാറ്റാൻ അവിടെ നിന്ന് ഒരു അടിപൊളി കട്ടൻ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും അങ്ങനെ യാത്ര തുടങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഫുൾ കാണിക്കേണ്ടില്ല. ഇവിടെ നോക്കിയാലും കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. അടിപൊളി ചെറിയ ചെറിയ ഡാമുകൾ, അടിപൊളി ബ്രിഡ്ജ്, റോഡുകൾ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് ഭാഗങ്ങൾ മാത്രം മഴയുടെ ഇത് നമുക്ക് മനസ്സിലാവുമല്ലോ. ഞങ്ങള് കിന്നക്കോരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അടിപൊളി അടിപൊളി റൂട്ടും ആണ്, നല്ല അടിപൊളി ക്ലൈമറ്റും അടിപൊളി വ്യൂ ഒക്കെയാണ് കേട്ടോ. സൂപ്പറാണ്, നല്ല തണുപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഇത് പൊറച്ചൊക്കെ ഇക്കുന്നെന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയല്ല, ഞാൻ രാവിലെ തുടങ്ങിയ ഡ്രൈവിംഗ് കേട്ടോ, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ടൈം എത്രയെന്ന് അറിയോ? എവിടെയോ ടൈം ലൂപ്പ് കുടിയിട്ടുണ്ട് നമ്മള്. ഒരുപാട് മണിക്കൂറുകൾ എങ്ങനെയൊക്കെയോ പോയി, അതാ മനസ്സിലാവത്തെ. ഈ കാഴ്ചകൾ ഫുള്ള് ഇങ്ങനെ കേട്ടോ. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, മലനിരകൾ, കാപ്പിത്തോട്ടങ്ങൾ, തേയിലത്തോട്ടങ്ങൾ, അങ്ങനെയുള്ള പല കാഴ്ചകളും കേട്ടോ. ഓരോ കാഴ്ച കാണുമ്പോൾ അമ്മൂസിനും പറയും, അമ്മൂസ് വീഡിയോ എടുക്കുക. പക്ഷേ ഈ തന്നെയാണ് നമ്മൾ എടുത്തുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. എവിടെ നോക്കിയാലും അടിപൊളി കാഴ്ച അതിനുകൊണ്ട് നേരെ കാണുന്നുണ്ടോ, വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതറിയില്ല. മ്ലാവ്, കാരണം ഈ റൂട്ടിൽ നമ്മൾ ഒരുപാട് സാധനത്തിൻ്റെ ജീവികളെ നമ്മൾ സ്പോട്ട് ചെയ്തു കേട്ടോ. ഞാനൊന്നും കൂടി ക്ലിയർ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം, പ്ലീസ് വെയിറ്റ്. യെസ്, ദേ മ്ലാവ് കണ്ടോ,
ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഈ തോട്ടത്തിലും മ്ലാവിനെയൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അത് ഇതുപോലെ ഏരിയയിൽ, കാരണം ആൾക്കാർ അങ്ങനെ ഈ റൂട്ടിന് വന്നിട്ടില്ല. അതാണ് സൈലൻ്റ് ആയി കിടക്കുന്ന ഏരിയ ആണ്. ഇവിടെ ചീറ്റ എല്ലാ കാര്യങ്ങളും ഉണ്ട്. കണ്ടോ, ഈ റോഡിൽ നിന്ന് നോക്കിയാൽ കാണാൻ എനിക്ക് അതി എന്ന് പറഞ്ഞാൽ അതിശക്തമായ കാടുകളാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ആരുമില്ല, ഞങ്ങൾ മാത്രം കുറേ നേരം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാടിൻ്റെ ഈ എന്താ പറയുക, ഈ സൈലൻസ് നമ്മൾ കുറച്ചൊന്ന് പേടിപ്പെടുത്തും കേട്ടോ. എന്നാലും യാത്ര അത് എൻജോയ് ചെയ്ത് നമ്മൾ 3 ആളുണ്ടായതിനെ കൊണ്ട് പിന്നെ ഒറ്റക്കാകുമ്പോഴല്ലേ നമുക്ക് പേടി ഉണ്ടാവുള്ളൂ. ഞങ്ങൾ 3 പേരുണ്ട്. അപ്പം അതിലങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊള്ളി സ്ഥലം എന്ന് പറഞ്ഞാൽ പൊള്ളി സ്ഥലം. ഈ വീഡിയോയിൽ കാണിക്കാതെ നമ്മളവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ കുറേ വ്യൂസും കാര്യങ്ങളും ഞങ്ങൾ കാണിക്കുന്നുണ്ട്. എപ്പോഴും ഒരു മൃഗത്തിനെ പ്രതീക്ഷിച്ചും കൊണ്ടാണ് ഞങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇടയ്ക്ക് മഴയുണ്ട്, ചില ടൈം മഴയില്ല. അത് നല്ല ശക്തമായ നല്ല എന്താ പറയുക തിക്കായിട്ടുള്ള കാട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ. വളരെ സേഫായിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പതുക്കെയാണ് വാഹനങ്ങൾ വരുമെന്ന്. ഞങ്ങൾ മാക്സിമം കുറേ ദൂരം ഞങ്ങൾ എന്താ പറയുക ഹോണൊന്നും അടിക്കാതെ പോകുന്നു. ചില ടൈം ഞങ്ങൾക്ക് ഹോൺ അടിച്ചല്ലേ പറ്റുള്ളൂ, അങ്ങോട്ട് ഞങ്ങൾ ഹോൺ അടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം കിന്നക്കോരയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഈ കാട് നമ്മൾ ഈ കാണുന്ന പോലെ കേട്ടോ, കുറച്ച് നല്ല ലോങ് ഉണ്ട്, നല്ല ഹെയർ പിൻസ് ഉണ്ട്. ഇതിൽ കയറ്റവും കാര്യങ്ങളൊന്നും അത്ര വീഡിയോയിൽ മനസ്സിലാവില്ല. ഇതാണ് റിയൽ കിന്നക്കോര. ഇതാണ് കിന്നക്കോരയുടെ ടൗൺ. അപ്പോൾ മനസ്സിലായത് നമ്മൾ എത്രത്തോളം ഉള്ളിലോട്ടാണ് വന്നിട്ടുള്ളതെന്ന്. അങ്ങനെ ഞാനും ഉണ്ണിയും കൂടി നമ്മുടെ മഹേഷ് ചേട്ടൻ്റെ ചായക്കടയിൽ എത്തിയിരിക്കുക. കിന്നക്കോരയിൽ ഏറ്റവും ഫേമസ് ആയൊരു സ്ഥലമാണ് മഹേഷ് ചേട്ടൻ്റെ ചായക്കട. ഞാനും ഉണ്ണിയുണ്ട്, അമ്മൂസ് കാറിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് പയ്യ എന്താണ് ഏതാണെന്നൊക്കെ നോക്കാം. നല്ല തണുപ്പാണ്, അടിപൊളി തണുപ്പാട്ടോ ചേട്ടാ. എപ്പിടി ഇருக்கு? ശബരി ചേട്ടൻ വന്നിരിക്കാങ്ക. சின்னக்குட்டியோட பேர் என்ன? மகாலட்சுமி. நல்ல அழகான பேரு. ஒரு ஹாய் சொல்லுங்க. ஹாய். നല്ല കുട്ടിതാ. ഇത് നമ്മുടെ സ്വന്തം മുരുകണ്ണൻ. ഞാൻ ഒരു സാധനം കാണിച്ചു കേട്ടോ. അമ്മൂസ് ഒരു സ്ഥലത്തോട്ടോ പോകുന്നേ. എന്താ മൂസേ കണ്ടോ, ഇത്രേ ഉള്ളു കിണറ്. നമ്മളെ നടന്നു പോന്നേ. കിന്നക്കോരെ കുറച്ച് സ്ഥലം എടുത്തുക്കോ. അമ്മൂസേ ആ മരം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. നമ്മളിന്ന് ഇവിടെ ആൾട്ട് ചെയ്യുന്നു കേട്ടോ. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്, പക്ഷെ ഇതിപ്പോ ആന ഇറങ്ങുന്ന സീസൺ അല്ല എന്നാണ് പറഞ്ഞത്. ആയിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ആനയുടെ ഉറ്റ ചങ്ങാതിമാരായേ. ഇവൻ പെരിയ തമ്പി. നല്ല അടിപൊളി തണുപ്പാട്ടോ. ഇങ്ങനെ നിക്കണ നോക്കണ. നല്ല തണുക്കുന്നുണ്ട്, സ്ഥലാട്ടോ. പക്ഷെ ഇതെന്താ പറയാ, ഊട്ടിയിൽ ഇങ്ങനെ ഒരു ഹിഡൻ പ്ലേസ് ഉണ്ട് അങ്ങനെ ആർക്കും അറിയാം. ഞങ്ങളിപ്പോ വന്ന വഴി തന്നെ ആദ്യമായിട്ട് വരുന്ന വഴിയാ. പക്ഷെ അടിപൊളി. ഊട്ടി എന്ന് പറയുമ്പോ തന്നെ നമുക്കില്ലേ ഏതാണ് ലേക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, പിന്നെ സൂയിസൈഡ് പോയിന്റ്, അതൊക്കെ എല്ലാവർക്കും അറിയുള്ളൂ. ഞാൻ പറയട്ടെ, പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ. ഊട്ടിയുടെ ഹൃദയ ഭാഗങ്ങളിലേക്ക് എല്ലാം ഇതാണ് ശരിക്കും ഇല്ലടാ കാണേണ്ടത്. ഒരുപാട് കാഴ്ചകൾ കാണാൻ ഞങ്ങൾ വന്ന തിക്ക് ഫോറസ്റ്റ് കൂടെ കേട്ടോ. കുറെ ടൈം ഒരു 1/2-3 മണിക്കൂർ ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നു ഡ്രൈവിന്. കഴിയുന്നത് എല്ലാവരും രാവിലെ തന്നെ വരിക. 5 മണിക്ക് ശേഷം ആരും ഡ്രൈവ് ചെയ്തിട്ട് കിന്നക്കോരയിലോട്ട് വരരുത് കേട്ടോ.
പിന്നെ പ്രത്യേകിച്ച് ഞങ്ങള് പറയാനുള്ള കാട്ടുപോത്തിനൊക്കെ കണ്ടിട്ടുണ്ട്. കാട്ടുപോത്തൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കാൻ പറ്റും. വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് കണ്ണിൽ അത് കാണുന്നുണ്ട്, പക്ഷെ ക്യാമറയിൽ അത് അത്രമാത്രം വിസിബിൾ അല്ല. പറ്റെങ്കിൽ ഞങ്ങൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്ത്, പിന്നെ ഞങ്ങൾ ഈ സ്ഥലം അറിഞ്ഞത് ശബരീതി ട്രാവലർ എന്നുള്ള ശബരി ചേട്ടന്റെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ. ഞങ്ങൾ ഈ എന്താ പറയാനുള്ളത് അമ്മൂസേ, ശബരി ചേട്ടനോട് എന്താ പറയാനുള്ളത്? താങ്ക് യു സോ മച്ച്. യെസ്. അപ്പൊ ഞങ്ങൾ കിന്നക്കോരലിന് ശബരി ചേട്ടൻ പറഞ്ഞ മാതിരി ഇവിടെ സ്റ്റേ ഇല്ല, ഇനി സ്റ്റേയും കാര്യങ്ങളെല്ലാം ഇവിടെ ഓപ്പൺ ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഒരു ഉണ്ണിക്ക് എന്താ പറയാ ഉണ്ണിയാ? അടിപൊളിയല്ലേ? നല്ല, ഞങ്ങൾ നേരെ മുമ്പില് തേയിലത്തോട്ടാട്ടോ. ഇവിടെ തേയില ഫാക്ടറി ഒട്ടും പ്ലാൻ ചെയ്യാതാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും പ്ലാൻ ചെയ്തിട്ടില്ല എന്താണ് ഏതാണെന്നൊന്നും. വരികയാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും രാവിലെ വരാൻ നോക്കാം. യെസ്, അതാ പറഞ്ഞത്, കഴിയുന്നത് രാവിലെ തന്നെ വരാൻ നോക്കട്ടോ. ബാക്കിൽ എന്തോ അമ്മൂസ് എന്തോ പറയുന്നുണ്ട്. അതായത് ഇല്ലേ, നേച്ചർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് ആട്ടോ. നമുക്ക് ഇങ്ങനെ പോകെ പോകെ ഇനി എന്താ നെക്സ്റ്റ് എന്താന്നുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. എനിക്ക് പിന്നെ ഫോറസ്റ്റ് റൈഡ് ഭയങ്കര ഇഷ്ടമായതിനെ കൊണ്ട് എനിക്ക് ഫോറസ്റ്റതേ. അപ്പൊ നമുക്ക് കുറച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാട്ടോ. നമ്മുടെ നാട്ടിലെ പഴയ ടൈപ്പ് ഇവിടെ ബാർബർ ഷോപ്പ് ഇങ്ങനെ കേട്ടോ. അണ്ണാ എപ്പടി ഇருக்கு സൗഖ്യതാ? ഉണ്ണി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ചാടിയ താമസേ നല്ല കാറ്റിന് ഞാൻ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അതെനിക്കറിയാം. ഇതെന്താന്ന് തമിഴിൽ എഴുതിയ എന്താന്ന് ചോദിച്ചാ, അത് സിനിമയിലല്ലേ പറയല്? സ്കൂളാണോ? പറയുന്നുണ്ട് കേട്ടോ അമ്മൂസിന് തണുപ്പ്. എന്നോടൊക്കെ പറഞ്ഞേ നീലഗിരി ഹിൽസ് പെട്ടതാണ് ഇതൊക്കെ അമ്മൂസേ. അമ്മൂസ് റഫിലാട്ടോ, റഫ് അമ്മൂസ്. നമ്മളെ നാട്ടില് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് എന്താ? ശരിയല്ല അമ്മ വിളിച്ച് ഇതൊക്കെ എങ്ങനെ കണ്ടിരിക്കുന്നേ? അതങ്ങനെ തന്നെ പറയലല്ലേ. ഇവിടെ ഒരു ചെറിയ ടെമ്പിൾ ഉണ്ട് കേട്ടോ, ഗോൾഡൻ ടെമ്പിൾ നമുക്ക് വിളിക്കാം. അതായത് ഗോൾഡൻ ആണ് ആ ടെമ്പിൾ. അമ്മൂസ് വന്നപ്പോൾ മുതലൊരു കാര്യം പറഞ്ഞിട്ട് കേട്ടോ. സംഭവം ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ടെങ്കിലും കൂടി, പക്ഷെ അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ സംഭവം കിടക്കുമെന്ന് എനിക്ക് സംശയം. ഗൂഗിൾ ലെൻസ് വെച്ച് നോക്കിയപ്പോൾ അത് സ്വീറ്റ് ടൊമാറ്റോ ആണ് കണ്ടത്. എന്നൊക്കെ ആർക്കെ അറിയുന്നെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ശരിക്കും നമ്മുടെ ടൊമാറ്റോന്റെ ഇലകളൊക്കെ മാതിരിയുള്ളത്, പക്ഷെ നല്ല സ്ട്രോങ് ഉണ്ട് കേട്ടോ ഈ സാധനമാണ്. കണ്ടോ, ഒന്ന് പറിച്ചു നോക്കാം. പൊട്ടിച്ചാല് ഇതാണ്. നിങ്ങൾക്ക് അറിയോ? ഇതാർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് കഴിക്കാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ ഇത് സ്വീറ്റ് ടൊമാറ്റോ ആണോ? ഓക്കെ. ഞാനൊരു സാധനം കാണിച്ചു തരട്ടോ. അതെ, കിടക്കാനുള്ള ഫുൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. നോക്കട്ടെ. അപ്പൊ ഇന്ന് ഇവിടെ ഫുള്ള് സ്റ്റേ ആയിരിക്കട്ടെ. ഇതേങ്ങനെ ഓപ്പൺ ആയ ഏരിയയിൽ
ഉണ്ണി കേട്ടോ ഫുള്ള് കിടക്കാനുള്ളത് ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് അതെ, നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം മതിയല്ലേ മറ്റേ ഓൾ ഇന്ത്യ ട്രിപ്പിന്. യെസ്, അത് ഞങ്ങൾ രണ്ടാളും കേട്ടോ. ഓൾ ഇന്ത്യ ട്രിപ്പിന് ഇല്ല, ഞങ്ങൾ രണ്ടുപേർ മാത്രം. We are traveling to the whole India. അമ്മൂസ് ഏതാ സാധനം അടിച്ചെന്നല്ല, അമ്മൂസ് എന്തൊക്കെയോ പറയും, ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. അപ്പൊ കുറച്ച് വീഡിയോ ആയിരിക്കണം കാണാട്ടോ. നൈറ്റ് ആകും തോറും നമുക്ക് ആവേശം കൂടി വരികയാണ് ഗൈസ്. അമ്മൂസിന് ഉറങ്ങാനുള്ള ആവേശം കൂടി വരിക കേട്ടോ. ആവേശം. പിന്നെ നമുക്ക് ഇവിടെ ഒരു എന്തായാലും രാജേട്ടനോ മുരുകണ്ണൻ ഉണ്ട് കേട്ടോ. അപ്പൊ മുരുകണ്ണന്റെ കുട്ടിയും വൈഫും ഒക്കെ ഉണ്ട്, വീഡിയോയിൽ വരും. അപ്പൊ ഞങ്ങൾ ഈ ബെഡൊക്കെ റെഡി ആക്കി പറഞ്ഞിട്ട് പാവാ ചേച്ചി അമ്മോട് വിളിച്ച് വീട്ടിൽ അവിടെ കിടക്കാം. പാവം നോക്കട്ടെ എന്തായാലും. ബൈ. ഹലോ, പേരെന്നെ മാലക്കിയ. നല്ല അഴകാன പേരാണ്. ഞങ്ങളിവിടെ കേറി സെറ്റായി. എവിടെ ചെന്നാലും ഒരുപാട് നല്ല മനുഷ്യരുണ്ടാവും കേട്ടോ. അതുപോലുള്ളൊരു മനുഷ്യനാണ് മുരുകണ്ണനും. ഞങ്ങൾ ആരാണെന്നോ എന്താണെന്നോ പോലും അറിയില്ല. അന്ന് വന്ന് കണ്ട് പരിചയപ്പെട്ടതാണ്. ഞങ്ങളെ വീട്ടിൽ വിളിച്ച് ഫുഡ് തന്നു, ഞങ്ങൾക്ക് ബ്ലാങ്കറ്റും കാര്യങ്ങളും തന്നു. ഇവിടെ ഒരു അക്ക ഉണ്ട്, മഹാലക്ഷ്മിയുടെ അമ്മ. ഞങ്ങളവിടെ കുറച്ച് ഞങ്ങൾ ഭയങ്കര കമ്പനി കേട്ടോ. ഞങ്ങളെല്ലാവരും ഭയങ്കര ഫ്രണ്ടായി. ഞങ്ങളോട് കുറേ പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ വന്ന് കിടന്നോളൂ, ഇവിടെ കിടന്നോളൂ, ഇതെവിടെ സൗകര്യമുണ്ട്. അങ്ങനെ കിന്നക്കോര പയ്യെ ഉറക്കത്തിലേക്ക് പോവാണ് കേട്ടോ. ഹലോ, അപ്പൊ ഞങ്ങളെ ബെഡൊക്കെ സെറ്റ് ആയിട്ട് കിടക്കാൻ പോവല്ലോ ഉണ്ണി. ഫുൾ ടയർഡ് കേട്ടോ, നല്ല തണുപ്പാണ്. കമ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് രാവിലെ കാണാം അല്ലേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. രാവിലത്തെ അതിമനോഹരമായ കാഴ്ചകളാട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. നല്ല അടിപൊളി തണുപ്പാണ്, ഒന്നും പറയാനില്ല. ഇതുണ്ടല്ലേ, ഇത്ര മനോഹരമായ സ്ഥലത്താണ് ഞങ്ങൾ ഇന്നലെ രാത്രി കിടന്നത്. സൂപ്പറായിരുന്നു. ഗുഡ് മോർണിംഗ്. ഇതിനുള്ളിൽ കിടന്നിട്ട് ഇതൊക്കെ പോയിച്ചിട്ടേ നല്ല ചൂടായിരുന്നു. ഇപ്പം അതാ എന്താ പറയുക, ഡോറൊക്കെ തുറന്നപ്പോൾ നല്ല തണുപ്പ് വരുന്നുണ്ട്. ഞങ്ങൾ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാട്ടോ. ഈ കമ്പനി സാധനങ്ങളൊക്കെ എന്തായിരുന്നു രാമണ്ണന് കൊടുത്തിട്ട് വരാട്ടോ. ഞങ്ങൾക്ക് രാമണ്ണന് കുറേ താങ്ക്സ് ഒക്കെ പറയാം നമുക്ക്. ഇക്കുവിനൊന്നും കാണിക്കാത്ത ഓരോന്നും കാണാൻ ഭംഗിയില്ല പറഞ്ഞിട്ട് എന്നെ കാണാൻ ഭംഗിയിട്ട് അതെ. എന്തായാലും അടിപൊളി ആയിട്ടുണ്ട്. സ്റ്റേ പൊളിച്ചില്ല ഞങ്ങൾ, ഇങ്ങനെയാവുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ട് കാണാം. ഗുഡ് മോർണിംഗ്. മുരുകണ്ണൻ ഞങ്ങൾക്കുള്ള ബാത്റൂമിലേക്കുള്ള വെള്ളവും കാര്യങ്ങളെല്ലാം കൊണ്ടുവച്ച് തരാട്ടോ. ഈ പാവ മനുഷ്യൻ അവരെ ബാത്റൂം യൂസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു ഞങ്ങൾക്ക്. ഇതെന്നാ എന്നാ ഇത്? ഗുഡ് മോർണിംഗ് സല്ലി. ഗുഡ് മോർണിംഗ്. എല്ലാവരും എണീച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ നല്ല തണുപ്പാണ്. മുരുകണ്ണെ രാവിലെ തന്നെ വന്ന് ഞങ്ങളെ കാറിൽ വിളിച്ചുണർത്തി ചായയും കാര്യങ്ങളെല്ലാം തന്നിട്ടോ. ഇവരാണ് ആ ഫാമിലി. ഞങ്ങൾ ശരിക്കും ഞങ്ങളെ എന്താ പറയുക നല്ലപോലെ നോക്കി. ഞങ്ങൾക്ക് രാത്രി ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇവിടെ വന്ന് മുരുകണ്ണൻ ചോദിച്ചാൽ മതി കേട്ടോ, മുരുകണ്ണൻ വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്യും. ഇനി കിന്നക്കോരയിൽ നിന്ന് ഞങ്ങളിത് മടക്കയാത്ര സ്റ്റാർട്ട് ചെയ്യണ്ട. ഇനിയാണ് ഒരുപാട് കാഴ്ചകൾ കാണാൻ കിടക്കുന്നത്.
ഊട്ടിയിൽ നിന്ന് റിട്ടേൺ വരുന്ന വഴിയാണ്. അപ്പൊ ഊട്ടിയിൽ നിന്ന് റിട്ടേൺ വരുമ്പോ ഒറ്റയടിക്ക് അങ്ങനെ വീട്ടിലോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ എങ്ങോട്ടാ നമ്മൾ പോകുന്നത്? ബന്ദിപ്പൂർ. യെസ്, ബന്ദിപ്പൂർ വഴി വയനാട്. യെസ്. അപ്പൊ ഒന്നും ഞങ്ങൾ വേസ്റ്റ് ആക്കുന്നില്ല, തീരെ പ്രതീക്ഷിക്കാത്തതായിരുന്നു. അതിനെക്കൊണ്ട് മാക്സിമം വീഡിയോ ഈ ഒരു പോകാൻ പറ്റുന്ന വീഡിയോ ഞങ്ങൾ എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഉണ്ണീന്റെ കുറെ ഫോട്ടോസ് ഉണ്ട്, അതൊക്കെ നമ്മുടെ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യാട്ടോ. ഇൻസ്റ്റാഗ്രാമിന്റെ ID എല്ലാം ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് എങ്ങോട്ടാ പോകുന്ന ബന്ദിപ്പൂർ. ഉണ്ണിയെ റെഡി അല്ലേ? അതൊരു കാര്യം പറയട്ടെ, പറഞ്ഞു. പിന്നെ എന്താ പറയാ, ആ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? അത് ഇതിൽ പറയണ്ട, അത് അവരെ മറ്റേ വീഡിയോയിൽ കാണട്ടെ. അപ്പൊ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടോളൂ കേട്ടോ. പക്ഷെ അവിടെ വലുതായിട്ടൊന്നും കാണാനില്ല കേട്ടോ. പക്ഷെ നേച്ചർ അത് ഇഷ്ടപ്പെടുന്നവർക്ക്, പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യത്തിൽ അങ്ങോട്ട് വരാം. റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു 30 കിലോമീറ്റർ നമ്മുടെ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു റൂട്ടിലാണ്. ഡ്രൈവിംഗ് ആസ്വദിക്കാൻ പറ്റിയതാട്ടോ. ഡ്രൈവർമാർക്ക് ആസ്വദിക്കാൻ പറ്റും. അമ്മായി ഡ്രൈവിംഗ് ആണ്. കാഴ്ചക്കാരെ കാര്യം പിന്നെ പറയും വേണ്ട. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അത് ചെറിയൊരു ചാറ്റൽ മഴയും കൂടി ഉണ്ട്, പിന്നെ ഒന്നും പറയണ്ട, അടിപൊളി. അപ്പൊ നമുക്ക് ബന്ദിപ്പൂരിലോട്ടുള്ള വീഡിയോ ഇനി കാണാം കേട്ടോ. ഇപ്പം കൃഷീൻ്റെ ഇതിനൊക്കെ സീസൺ ടൈമും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊട്ടിയിൽ നമ്മുടെ ഈ വീഡിയോയിൽ കാണുമ്പോൾ പല സ്ഥലങ്ങളും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന പോലെയൊക്കെ ഫീൽ ആവും കേട്ടോ. ചാടിക്കാണ്ട് നിർത്തിട്ടോ. ഉണ്ണീൻ്റെ പോസ്റ്റ് കണ്ട ഉണ്ണി ഫോട്ടോ എടുക്കാനത്, പക്ഷെ ഫോട്ടോ എടുക്കാനല്ലടാ. എന്താ മസേ, ഞങ്ങൾ ചെറുത് സ്ഥലത്തെത്തി. വയറവിടെ നിർത്താനോ ഇതാക്കാനുള്ള ഗ്യാപ്പ് ഇല്ല, കുറെ സ്ഥലത്ത് തുറന്നിട്ടില്ല. ഉണ്ണി അവിടുന്ന് ബ്രെഡ് ഓംലേറ്റ് കഴിക്കാട്ടോ. ഞാൻ പിന്നെ മാഗിയാണ് പറഞ്ഞത്, മാഗി ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് കാണാട്ടോ. നല്ല മഴ ഉണ്ട് കേട്ടോ അവിടെ, അത്യാവശ്യം മഴ ഉണ്ട്, നല്ല കാറ്റ്, ഓരോ കാറ്റടിക്കുമ്പോഴും കുളിരുത്. അപ്പൊ നല്ല കിണ്ണക്കോര എന്ന് പറയുന്ന അടിപൊളി പ്ലേസ് ആട്ടോ. നല്ല അടിപൊളി വൈബാണ്. നമുക്കവിടെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല, പക്ഷെ ആ ഒരു വൈൽഡ് ലൈഫായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പം സൂപ്പറാണ്. നല്ല വ്യൂ ആണ്. നമ്മൾ അവിടെ എത്തി, അതായത് അവിടെ സ്റ്റേ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് പിന്നെ അറിയുന്ന മുരുകണ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അവിടെ. മൂപ്പർക്ക് ഒരു ആരുമില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യണ്ടേ. മൂപ്പര് നമുക്ക് ചോറ് തന്നു, പിന്നെ അവിടെ കിടക്കാനൊക്കെ പറഞ്ഞു കേട്ടോ. ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. അപ്പം നല്ല ആൾക്കാരാട്ടോ അവിടെ ഫുള്ളുള്ളത്. നമുക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവിടെയുള്ള എല്ലാവരും. പിന്നെ ഇപ്പം നമ്മളിതാ ഊട്ടി കഴിയാനായിട്ടോ. ഇപ്പം ബന്ദിപ്പൂരിലേക്കാണ് പോകുന്നത്. ആ ഒരു വൈബ് നിങ്ങൾ ഫോട്ടോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് അറിയില്ല, പക്ഷെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഏറ്റവും മുകളിൽ നിന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ നല്ല കോടമഞ്ഞും അതിന് മലകളും ഇങ്ങനെ കുറേ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് എത്ര വീഡിയോ എടുത്താലും മതിയാവൂല. ഓരോ വളവ് തിരിയുമ്പോഴും ഓരോന്നായിരിക്കും. സൂപ്പർ ആൻഡ് എക്സൈറ്റ്മെന്റ് ആണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെ കിണ്ണക്കോരയിൽ വന്നിരിക്കണം. എല്ലാവരും ഊട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ, ലേക്ക്, ഇങ്ങനെയാണ് എല്ലാവരും പോകുന്നത്. അപ്പം ഇത് ഊട്ടീൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിപ്പോയൊരു യാത്രയായിരുന്നു. എന്തായാലും അത് എക്സ്പെക്റ്റ് ചെയ്യാത്തതിനെ കൊണ്ട് തന്നെ അത് അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ മാഗി ആയി തോന്നുന്നുണ്ട്, ഞാൻ മാഗി തിന്നട്ടെ ഗൈസ്, വിശക്കുന്നു. അപ്പോൾ എൻ്റെ മാഗി ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ കഴിക്കട്ടെ കേട്ടോ. അങ്ങനെയൊക്കെ ചോളം തിന്നാണ്. ഊട്ടിയിൽ വന്നിട്ട് ചോളം തിന്നില്ല എന്ന് പറയരുതല്ലോ. ഉണ്ണി ചോളം ഉണ്ണി നൈസ്. പിന്നെ തിരിച്ചു പോകുമ്പോൾ എന്തായാലും ചെറിയൊരു വിഷമമുണ്ട്. അത് ഏതൊരു ടൂറും കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് അങ്ങനെ ആണല്ലോ. പക്ഷേ ഇത് ഞങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ വന്നൊരു ടൂറാണ്. തീരെ എന്താ പറയുക, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഒരു സ്ഥലം എന്നുള്ളൊരു ഒറ്റ ഫോക്കസ് മാത്രം ഉണ്ട്. ഞങ്ങളൊന്നും കയറുമ്പോൾ ഞങ്ങൾക്ക് കിണ്ണക്കോര പോകാമെന്നുള്ള, അതിന് പോയിട്ടില്ല. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും അറിയില്ല.
ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയ സ്പോട്ട്. അതിന്റെ ഉള്ളിൽ ഞങ്ങൾ ഇറങ്ങി, അതിന്റെ ഉള്ളിൽ ആ കാറിനുള്ളിൽ കേറിയപ്പോ ഒരാള് ഇങ്ങനെയാ. എന്താ ഉണ്ണി? What happened? രാത്രി വരെയൊക്കെ ഉറങ്ങാൻ തണുത്തിട്ടല്ലോ. അതെ, തണുത്തിട്ടേ അല്ല. കേട്ടില്ലേ? കൂർക്കം വലിച്ചിട്ട് അടിപൊളി. നല്ല കോടമഞ്ഞി പൊതിഞ്ഞ അടിപൊളി യാത്ര ആയിട്ട് ഒന്നും പറയല്ല. എന്തെന്താ പറയാ, ഭയങ്കര സന്തോഷം. ഞങ്ങൾ ഇതുപോലൊരു ക്ലൈമറ്റ് ഇതുപോലൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ ഊട്ടിയിൽ വന്നിട്ടും വേറെ ഇവിടെ പോയിട്ടും കേട്ടോ. അടിപൊളി അടിപൊളി, എല്ലാവരും ഫുൾ ഹാപ്പി ആട്ടോ. നല്ല കോടട്ടോ, അടിപൊളി കോട. ഒന്നും ഫ്രണ്ടിലേക്ക് അങ്ങനെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങൾക്ക് ഒന്നും, ഇവിടെ എത്തിയപ്പോ ഫുള്ള് കോട. നല്ല അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. എന്ത് പറയുന്നുണ്ണി? ഉണ്ണിക്ക് പിന്നെ ഒരു തണുപ്പോ ഒരു കാര്യങ്ങളും ഇല്ല. ആള് ഫുള്ള് അതെ അതെ. എന്തായാലും സൂപ്പർ ആയിട്ട് അത് വന്നിട്ടില്ലെങ്കിൽ നഷ്ടാവുമായിരുന്നു. ഈ ഒരു ക്ലൈമറ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല, നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെന്തിനാ വരുന്ന ഒന്നും കാണാൻ പറ്റില്ല. അല്ല, ഈ ഒരു ക്ലൈമറ്റ് കാര്യം ഇതൊക്കെ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ. അങ്ങനെ യെസ്. അപ്പൊ നമുക്ക് പോകെ പോകെ കുറെ കാഴ്ചകൾ കാണാട്ടോ. ഞങ്ങൾ ഇതൊന്ന് ആദ്യം എക്സ്പ്ലോർ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ. ഞാൻ എന്താ മുസത് വട, ഉഴുന്ന് വട. നിനക്ക് ഒരു വട വേണമോ രണ്ട് വട വേണമോ? രണ്ട് വട വേണം. നിനക്ക് രണ്ട് വട. അപ്പൊ ഞങ്ങളിതാ വടയും ചായ കുടിക്കാട്ടോ. ചൂട് വട അടിപൊളി. പാത്രമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത്. നല്ല മൊരിഞ്ഞിട്ടുള്ള സൗണ്ട് ആക്കണോ? ചെറു പൊട്ടി പോകും. അങ്ങനെ ബന്ദിപ്പൂര് ലക്ഷ്യമാക്കി ഞങ്ങൾ അങ്ങനെ യാത്ര തുടർന്നു കേട്ടോ. യാത്ര എന്ന് പറഞ്ഞാൽ ആകെ ഒരു പൊളി വൈബിലാണ് ഞങ്ങൾ. അത്യാവശ്യം നമുക്ക് നല്ല മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം തന്നെ വെൽക്കം ചെയ്യുന്നത് നമ്മുടെ മാൻകൂട്ടങ്ങളാണ്. ഒരുപാട് മാനുകളുടെ ഇളം പുല്ലുകളൊക്കെ ഈ ഭാഗത്തുണ്ടായതിനും കൂടെ എല്ലാം റോഡ് സൈഡിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്.
ഈ യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുക ഈ മാനുകളാണ് കേട്ടോ. ഒരുപാട് മാന് ഒരുപാടുണ്ട്. നമ്മൾ പോകുമ്പോൾ പന്നിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി നോക്കി ഡ്രൈവ് ചെയ്യണം, ചിലപ്പോൾ അത് ക്രോസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മലയണ്ണനെ കാണാൻ പറ്റും കേട്ടോ. അത് സൂക്ഷിച്ച് നോക്കിയുള്ള വീഡിയോ നല്ല ക്ലിയർ ആയിട്ട് കാണാം. അയ്യോ, ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഡേ ആനയുണ്ട്, ആനക്കുട്ടിയുണ്ട്, അടിപൊളി. നിങ്ങളും കണ്ടു നോക്കി ഈ കാഴ്ച കേട്ടോ. ദേ കുട്ടിയാന. നമ്മളെ നാട്ടിൽ തീരെ കാണാത്തൊരു ജീവിയാണ് ഇപ്പോൾ കുറുക്കന്മാർ. കണ്ടില്ലേ? ഇപ്പം നമ്മൾ കുറുനരി എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ മുഴുവനുള്ള. ഇതാണ് യഥാർത്ഥ കുറുക്കന്മാർ കേട്ടോ. പക്ഷെ ഈ യാത്രയിൽ ഞങ്ങൾ അത്യാവശ്യം നല്ല മൃഗങ്ങളെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ലക്കാണ് ലക്കി ഡേ. നമുക്ക് നോക്കാട്ടെ എന്തൊക്കെ കാണും. നിങ്ങൾക്ക് ഒരു അടിപൊളി സാധനം കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ കർണാടക വയനാട് മെയിൻ റോഡ് പോകുന്ന വഴിക്കാണ് ഇതുള്ളത്. ഇതിപ്പോ ഈ സീസൺ ആയതുകൊണ്ടാണ് നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇത് കൂടെ വരുമ്പോ ഒന്നും കാണാൻ പറ്റാറില്ല. എന്നത് നിങ്ങൾ നേരിട്ട് കാണും കേട്ടോ. അല്ലേക്കു? ഇപ്പം കൃഷീൻ്റെ സീസണാണ് കൂടെ. നമുക്ക് പോയാൽ കാണാൻ ഏറ്റവും ഭംഗിയുള്ള ഗുണ്ടൽപേട്ട ഈ ഭാഗങ്ങൾ കാണാൻ ഭംഗിയുള്ളത് ഈ ടൈമാണ് കേട്ടോ. എല്ലാ കൃഷികളും എല്ലാ തരത്തിൽ നമ്മുടെ തെച്ചി എല്ലാ പൂക്കളും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പച്ചക്കറികൾ വേറെ സൂപ്പറാണ്. ഏകദേശം നമ്മൾ മുത്തങ്ങ ഭാഗത്തേക്ക് നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഗുണ്ടൽപേട്ടിൽ നിന്നും അപ്പം ഇപ്പൊ നമ്മൾ മുത്തങ്ങ എത്തിട്ടോ. മുത്തങ്ങ എത്തി ഇനി ഫുഡൊക്കെ കഴിക്കാണ്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചുരം ഇറങ്ങാന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ നല്ല ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നൈറ്റ് ആയിട്ട് ഒരു 7 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 9-9 ആകുമ്പോഴത്തേന് 10 മണിക്കുള്ളിൽ നമ്മൾ വീട്ടിലെത്തും. അപ്പോൾ ഈ ബ്ലോക്കിൽ പിന്നെ താഴോട്ട് പോയിട്ട് കാര്യമില്ല. എങ്ങനെയാണെങ്കിലും നമ്മൾ എത്തൂല, അത്രയും തിരക്കായിരിക്കും. എല്ലാവരും വർക്കിംഗ് ടൈമാണ്. പ്രത്യേകിച്ച് നമ്മളൊരു വർക്കിംഗ് ഡേയിലാണ് വന്നിരിക്കുന്നത്. അതിനെക്കൊണ്ട് അപ്പോൾ ഞങ്ങൾ ഒന്ന് കഴിക്കട്ടെ. കഴിച്ചിട്ടാക്കി ഇനി ബാക്കി സംസാരം. ബാക്കിൽ പുലിയൊക്കെ കേട്ടല്ല. യാത്രയെ കുറിച്ച് എനിക്ക് എന്താ പറയാ? യെസ്, അങ്ങനെ എന്താ പറയാ? ഒറ്റ വാക്കിൽ ഉത്തരം മതിയില്ലേ? എസ് എമാര് പറയാറുണ്ട്. അതന്നെ എസ് ഐ ഞാൻ അന്നും എഴുതാറില്ല, എന്നും എഴുതാറില്ല. പോവാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് പോവാൻ.
ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും യാത്രകൾ ഞങ്ങൾ തുടരുന്നു. ഇതുപോലെ അടിപൊളി മെമ്മറീസുമായി നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും. അപ്പൊ ഞങ്ങൾ ഈ ചെറിയൊരു യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. എന്താ അമ്മൂസ പറയാനുള്ള യാത്രനെ പറ്റിയിട്ട്? അടിപൊളിയായിരുന്നു. നല്ല ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയാവുന്നു ഈ ഒരു യാത്ര. അത് അൺഎക്സ്പെക്റ്റഡ് യാത്രയായിരുന്നു. എനിക്ക് വരാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ വരൊക്കെ ഉണ്ട് പറഞ്ഞതിനെ കൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ നമ്മുടെ ഒരു കസിനും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ ആദ്യം ചടച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഒരു രസം. പിന്നെ അങ്ങോട്ട് പോകെ എല്ലാം ഉഷാറായി പ്ലാനിങ് ഇല്ലാതെ ഇറങ്ങിയതായിരുന്നു. അതിനോട് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഉണ്ണിനെ വെച്ച് പോവാൻ. അപ്പൊ ഉണ്ണിയാറ ഉണ്ണി ഇന്നലെ റെഡി പോവേ. അത് ഒരു കസിനോടും ചോദിച്ചു. അവനെ വെച്ചപ്പോ അവനാന്നൊക്കെ പറഞ്ഞു. പിന്നെ അവനക്ക് ചെറിയ 1-2 പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ വരാൻ പറ്റിയില്ല. അതിനെ കൊണ്ട് പിന്നെ അവനും കൂട്ടി നമ്മൾ അടുത്ത ട്രിപ്പ് പിന്നെയും പോകുന്നതായിരിക്കും. എന്താ പറയാ കുറച്ച് സൗണ്ട് പറഞ്ഞോ. അതെ, എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഞങ്ങള് വേറെ അതായത് ഡിസ്ട്രിക്റ്റിലേക്ക് എന്റഡ് ആയപ്പോഴുള്ള ആ ഒരു പ്രശ്നം കേട്ടോ. ഒന്നും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. തുടങ്ങിക്കും. സംഭവം അടിപൊളിയായിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കാതെ പോയതായത് കൊണ്ട് നമ്മള് ഊട്ടിയിൽ കാണുന്ന ഒരു കാഴ്ചകളും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റില്ല. പകരം ഇതുവരെ ഊട്ടിയിൽ കാണാത്ത കാഴ്ചകൾ നിങ്ങൾ ഊട്ടിയിൽ എന്തൊക്കെയാണ് ഉള്ളത്. ശരിക്കും ഊട്ടിയിൽ നമ്മൾ എവിടെ പോകേണ്ടിയെന്നുണ്ട് കേട്ടോ. ഊട്ടിയിൽ ഒരു പ്രാവശ്യം നമുക്ക് മറ്റു കാര്യങ്ങളെല്ലാം ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ അതിനും ഇതിനൊക്കെ പോവാം. പക്ഷെ ഇതുപോലുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം. ശരിക്കും ഇതുപോലെ അറിയപ്പെടാത്ത ഒരുപാട് പ്ലേസുകളുണ്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് ഞങ്ങൾ റിലീവ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും. അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വ്യൂവേഴ്സ് കൂടട്ടെ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക മുന്നോട്ടേക്ക്. ഇതുപോലെയുള്ള ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കണമെന്നുണ്ട്. ഒറ്റ സ്ട്രക്ചർ പറഞ്ഞാലേ കിട്ടുള്ളൂ. അപ്പൊ ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കണം എന്നൊക്കെ ഉണ്ട്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് എന്താണോ അതുപോലെ ഇരിക്കും ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഞങ്ങൾ രാത്രി കിടന്നതാണ് കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അത് ഇത്രത്തോളം ഒരു ഇങ്ങനത്തെ ഒരു സ്ഥലത്ത്, ഇങ്ങനത്തെ ഒരു റിമോട്ട് വില്ലേജില് രാത്രി നമ്മുടെ ഈ വണ്ടിയിൽ തന്നെ കിടന്നു. നമ്മൾ 3 പേരും കൂടി ഒരുമിച്ച് കിടന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറെ കാര്യങ്ങളൊന്നും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയില്ല. കാരണം സിക്കൊന്നും എടുത്തില്ലായിരുന്നു. നമ്മൾ കിടന്നപ്പോ തന്നെ കുറെ ഞങ്ങളെ ഉള്ളിൽ കുറെ ഫണ്ണി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും കാണിച്ചു തരാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ നമ്മള് പ്ലാൻ ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ അല്ലേ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇത്രയും ലാഗ് എന്തായാലും ഉണ്ടായിരിക്കില്ല. ഒന്നാമത് ഇക്കൊണ്ട് വർക്ക് ഒക്കെ കാരണമാണ് വീഡിയോ ഇടാൻ സാധിക്കാത്തത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്യണം, മാക്സിമം റീച്ചിൽ എത്തിക്കുക കേട്ടോ. അപ്പൊ ഞങ്ങൾ പുതിയൊരു വീഡിയോ. അപ്പൊ നിങ്ങളൊരു മാക്സിമം റീച്ചിൽ എത്തുമ്പോ ഞങ്ങൾക്ക് വീണ്ടും ആവേശം കൂടും. അപ്പൊ ഞങ്ങൾ വീണ്ടും ഇല്ലാത്ത ക്യാഷ് ഉണ്ടാക്കി ഞങ്ങൾ ഇതുപോലെ ചോദിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുമായിരിക്കും. ഉണ്ണിയെ